ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഒരു തോരൻ്റെ റെസിപ്പിയാണ്. ഇലത്തോരൻ. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, എങ്കിലും ഉണ്ടാക്കിയ വീഡിയോ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നല്ലതായിട്ട് പൊട്ടിക്കഴിഞ്ഞു. അതിലേക്ക് 2 വറ്റൽ മുളക് കൂടെ ചേർക്കാം. ഇനി തൊലിയെല്ലാം കളഞ്ഞ് കഴുകി, അതായത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്കക്കുരുവും കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് നല്ലൊരു ഇളക്കി ഒഴിക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. വേകുന്നതിന് ആവശ്യമായ വെള്ളം മതി. കനം കുറച്ച് അരിഞ്ഞുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് തീ വളരെ കുറച്ച് വെച്ച് വേവിച്ചെടുക്കണം. അത് പെട്ടെന്ന് അങ്ങോട്ട് വെള്ളം വറ്റിപ്പോവും. ഇത് തഴുതാമേലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് ചേർക്കുന്നതിനായിട്ട് കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി, ഉള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായ പച്ചമുളക്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഒന്ന് ഒതുക്കിയെടുത്താൽ മതി, അരഞ്ഞു പോകണ്ട. നമ്മൾ അവിയലിനൊക്കെ ഒതുക്കിയെടുക്കുകയല്ലേ, അത്രയും മതി. അപ്പം നമ്മുടെ ചക്കക്കുരു നോക്കിയാൽ നല്ലതുപോലെ വെന്ത് ഒരു ചെറിയ വെള്ളമയം ഉണ്ട്. ഇതുപോലെ ഒരു ചെറിയ വെള്ളമയം വേണം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല കൂടി ഇട്ട് കൊടുക്കാം. ഈ ഇലത്തോരൻ തന്നെ വെച്ചാലും നല്ലതാണ് കേട്ടോ. ചക്കക്കുരു ഇട്ട് വെക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റിയാണ്. ഇനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്, അരഞ്ഞിട്ടില്ല, ഒന്ന് ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മൂടി വെക്കാം. പെട്ടെന്ന് തന്നെ വേവും. ഒരു ആവി കയറിയാൽ മതി. ഒന്ന് ആവി കയറിയിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. വെള്ളം കൂടി പോവുകയും ചെയ്യുന്നു. വെള്ളം കൂടി പോയി ഇത് കുഴഞ്ഞു പോകും. അപ്പോൾ ഇലത്തോരൻ്റെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറും. ആ കറക്റ്റ് വെള്ളമായിരിക്കണം. ഒന്നുകൂടെ മൂടി വെക്കാം. മതി, ഇത്രയും മതി. നമ്മുടെ തഴുതാമയിലയും ചക്കക്കുരുവും തോരൻ വെച്ചത് റെഡിയായി. നല്ല സൂപ്പർ തോരനാവട്ടോ. എനിക്ക് ഈ ഇല തന്നെ തോരൻ വെക്കുന്നേക്കാളും ഇഷ്ടമാണ് ഈ ചക്കക്കുരു ഇട്ട് തോരൻ വെച്ചാൽ. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഏത് ഇലയും ഇങ്ങനെ വെക്കാം നമുക്ക് കേട്ടോ. ചീര ഇലയൊക്കെ ചക്കക്കുരു ഇട്ട് തോരൻ വെക്കാം.